FIR പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അതായത് അതേപോലെ തന്നെ കണ്ണൂരിലെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, അതിപ്പോൾ ഞാൻ പറയാൻ പോവുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഹൈറിച്ചിലെ ഓരോ ആൾക്കാരും മനസ്സിലാക്കുക, നിങ്ങൾ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഏത് ലീഡർമാരൊക്കെ ചേർന്നിട്ട്. എന്താ പറയുക, അവരെന്താ പറയുന്നത്, ഇത് FIR പ്രശ്നമൊന്നുമല്ല, ഇനീഷ്യലി FIR ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇത് ഓൾറെഡി കേസ് കമ്പനിക്കെതിരെ കേസ് വന്നിട്ട് 5 മാസത്തിലേറെയായി അല്ലേ. എന്നിട്ട് കോടതിയിൽ തോറ്റു, എന്നിട്ട് സെഷൻ കോടതിയിൽ പോയിട്ട് വാദിച്ചു, അവിടെയും തോറ്റു. എന്നിട്ട് ഇപ്പോൾ എന്താ പറയുന്നത് വെച്ചല്ലേ, അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് വന്നത്. ആക്ച്വലി ഇത് ബഡ്സ് ആക്ടിൽ പെട്ടിട്ടുണ്ട്, സെഷൻ കോടതിയിൽ കറക്റ്റായിട്ട് കൺഫേം ആണ്. അതിനെ തോറ്റെന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് ഇവർ പറയൂല. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് നിലനിൽപ്പാണ് മെയിൻ. ഇവർ കോടികളും ലക്ഷങ്ങളും ഉണ്ടാക്കിയതുകൊണ്ട് അതെങ്ങനെയെങ്കിലും നിലനിർത്തണം, അത് കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. എങ്ങനെയെങ്കിലും ആ ജനങ്ങളെ ഇങ്ങനെ കൂൾ ഡൗൺ ആക്കണം. കേസ് കാര്യം എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇവർ വിട്ട് എന്തായാലും എല്ലാവർക്കും ഒന്നും പൈസ കിട്ടില്ല എന്ന് ഉറപ്പാണ്, നേരെ ആയെങ്കിലും. അത് എൻ്റെ വാക്കുകൾ കുറിച്ച് വെച്ചോ. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോവാണ് ഏതൊക്കെ ഇതിൽ കുറച്ച് കമ്പനികളുടെ പേരുണ്ട്, ആളുകളുടെ പേരുണ്ട്. അപ്പോൾ ഒന്നാമത്തേതായിട്ട് വരുന്നത് റോയൽ ഗ്രാൻഡ് ഡിജിറ്റൽ അസോസിയേറ്റ്സ്, പിന്നെ രണ്ടാമത്തേത് ഫിജിസ് ഹൈറിച്ച് അസോസിയേറ്റ്സ്, പിന്നെ റോയൽ ഗ്രാൻഡ്, പിന്നെ ജിനിൽ TJ കണ്ണൂരിലെ ലീഡറാണ് കേട്ടോ, രമേശ് KK ഹൈറിച്ച് ശ്രീജിത്ത് അസോസിയേറ്റ്സ്, ഇത് കമ്പനിയാണോ പേരാണോ മനസ്സിലായിട്ടില്ല. ഹൈ ഫ്ലയേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി, ശ്രീഹരി KP, അത് നല്ലൊരു ലീഡറാണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു സുഹൃത്ത് മുപ്പരണ്ടറുള്ളത്. പിന്നെ ADS ഇന്നോവേഷൻ, 4S അസോസിയേറ്റ്സ്, രഞ്ജിത്ത് P, VS അസോസിയേറ്റ്സ്, ഷിജിന TP, UR അസോസിയേറ്റ്സ്, ഫയർ ഇൻ്റർനാഷണൽ AL, PMGA അസോസിയേഷൻ, ഹരീഷ് C, മെർസി NB, ഗോൾഡൻ അസോസിയേറ്റ്സ്, അംബ്ലി വർഗീസ്, CV സുഭാഷ്, ഫിറോസ് EP, ഗാലക്സി അസോസിയേറ്റ്സ്, റജിൽ ബാബു K, പിന്നെ ഒരു ഇൻ്റർനാഷണൽ ഉണ്ട്, അതിനെന്താ മനസ്സിലായിട്ടില്ല. ദിനേശൻ P ഉണ്ട്, സിനാൻ KL ഉണ്ട്, AL അസോസിയേറ്റ്സ് ഉണ്ട്, സയൂജ് P ഉണ്ട്, ഷാജി ഉണ്ട്, പിന്നെ കുഞ്ഞികൃഷ്ണൻ ഉണ്ട്, സന്ദീപ് K ഉണ്ട്, ഗോകുലം അസോസിയേറ്റ്സ് ഉണ്ട്, ഈഡൻ ജിന്നിൽ ഉണ്ട്, മെർസി NB ഉണ്ട്, സസി TB ഉണ്ട്. മെർസിൻ്റെ 2 പ്രാവശ്യമാണ് വന്നതിൽ പേര്. VP മനോജ് ഉണ്ട്, ശരത്ത് ഉണ്ട്, NP. ഇതെല്ലാം കംപ്ലൈൻറ്റ് കൊടുത്ത ആരാന്നറിയില്ല നിങ്ങൾക്ക്, നമ്മൾ ഇവർ തന്നെ മുപ്പർ പേരെന്താ ഇപ്പോൾ കറക്റ്റ് പറഞ്ഞുതരാ. ഓക്കെ, പ്രഥമ വിവരം പഠിച്ചോനെ, ഇത് മൂപ്പറില്ല, എക്സ് പോലീസ് PA വത്സൻ, ഇദ്ദേഹമാണ് ഈ കേസിലും കംപ്ലൈൻറ്റ് കൊടുത്തത്. കാസർഗോഡും കംപ്ലൈൻറ്റ് കൊടുത്തത്, കമ്പനിക്കെതിരെയും ആദ്യമായിട്ട് FIR കൊടുത്തത്. അപ്പോൾ ഇപ്പം തന്നെ 2 സ്ഥലത്ത് 39 പിന്നെ അതേപോലെ തന്നെ 80 ലീഡർമാരായി. ഇനിയിപ്പോൾ ലീഡർ എന്ന കമ്പനി ഇതിൻ്റെ ഫസ്റ്റ് ഇതിൽ കണ്ണൂരിലത്തെ കുറച്ച് കമ്പനികളുണ്ട്, എന്നാലും കമ്പനി ഉണ്ടെങ്കിൽ അതിന് ഓണർമാരുണ്ടാവില്ല, അവർക്കായിരിക്കും പോവുക. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇനിയും പല ജില്ലകളിലും ഇതേപോലെ ആൾക്കാർ വരുന്നതാണ്, കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യും FIR. അപ്പോൾ എന്തിനാന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് പൈസ ഇവർ പിടിച്ചിട്ടുണ്ട്, ഇവർ കോടികളും ലക്ഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിലൂടെ നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കിട്ടാനാണ് ഈ ഒരു സംഭവം. അവർ സ്വത്തുകളും സ്വത്തുവകകളും പിന്നെ കാര്യങ്ങളൊക്കെ പൈസ അക്കൗണ്ടെല്ലാം ഫ്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞു കേട്ടത്. എന്താണോ അറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ ജയിക്കുമോ തോക്കുമോ എന്നുള്ളത് ഹൈക്കോടതിയിൽ എത്തിയിട്ട് വേണം കാണാൻ. ഓക്കെ, ഇത് ഞാൻ ഉള്ള പോലെ പറയുന്നത്. ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാണ്ട് തർക്കുത്തരാണ് പറയുന്നത്. അത് നിങ്ങളെ ഇഷ്ടം. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ പറയാം. പിന്നെ വേറെ എതിരെ വന്നൊരു കാര്യമുണ്ട്, ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒറ്റൊരു കാര്യം കമൻറ്റിൻ്റെ അടിയിലും ഞാൻ പറഞ്ഞിട്ട്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ വീഡിയോ ചെയ്തിട്ട് ഒരുത്തൻ്റെ അടുത്ത് പൈസ വാങ്ങിയ തെളിവ് നിങ്ങൾ കൊണ്ടുപോവാ. വോയിസ് ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് വന്ന പൈസ ആണെങ്കിൽ, എന്തെങ്കിലും വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ റിട്ടേൺ ആണെങ്കിലും എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ പറവായി. അല്ലാണ്ട് വെറുതെ ഉത്തരം മുട്ടുന്നേരം കൊഞ്ഞനം കാണിക്കുന്ന പരിപാടിയല്ല ചെയ്യേണ്ടത്. ഞാൻ ഉള്ളത് പറയും, ഇനിയും പറയും.